കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എത്ര പക്വതയില്ലാതെ പെരുമാറുന്നവരാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതിൽ രണ്ട് പാർട്ടികളെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഒന്ന് CPM-ഉം അതുപോലെ തന്നെ BJP. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ടൊരു പാർട്ടിയാണ് CPM. അവർക്ക് ആകെ ജയിക്കാൻ കഴിഞ്ഞത് ഒരു സീറ്റ് മാത്രമാണ്. അതുമാത്രമല്ല, അവരുടെ വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ആ വോട്ട് ഷെയറിൽ തന്നെ കുറവുണ്ടായ വോട്ടുകൾ എന്ന് പറയുന്നത് ഹിന്ദു ഈഴവ വോട്ടുകളൊക്കെ തന്നെ, അഥവാ OBC SC ST വോട്ടുകളൊക്കെ തന്നെ, അതിൽ മേജറായിട്ടുള്ളൊരു വിഭാഗം നേരെ BJP-യിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും CPM ഈ തോൽവിയെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം അത് നടക്കുന്ന കാര്യമില്ല CPM-ൽ ഇപ്പോൾ. കാരണം നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇവിടെ ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെതിരെയുള്ള അതിതീവ്രമായിട്ടുള്ള വിരുദ്ധ വികാരമുണ്ട്. ആ തീവ്രമായിട്ടുള്ള വിരുദ്ധ വികാരം കൊണ്ടാണ് ജനങ്ങൾ CPM-നെതിരെ വോട്ട് ചെയ്തത്. ഇത് കാര്യമൊന്നും വിശകലനം ചെയ്യാൻ, വളരെ യാഥാർത്ഥ്യബോധത്തോട് വിശകലനം ചെയ്യാനൊന്നും തയ്യാറാകാതെ ഉടനെ തന്നെ CPM ആദ്യം ചെയ്തത് മാർ കുർലോസ് എന്ന് പറയുന്ന ഒരു ജാക്കോബൈറ്റ് ബിഷപ്പ്, അദ്ദേഹം വളരെ കൃത്യമായി ഒരു പ്രോ ലെഫ്റ്റ് നിലപാടുകളെടുത്ത, പ്രോ CPM നിലപാടുകളെടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ അനുകൂലമായി നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തോട്ട് കയറുകയും അദ്ദേഹത്തെ ഒരു വിവരദോഷി എന്ന് പോലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തു. അതെന്തായാലും നമുക്ക് ഭാഗ്യം, വളരെ കുറഞ്ഞ പ്രയോഗമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. കാരണം സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് നികൃഷ്ടജീവിന്നോ പരനാറിയെന്നോ ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഏറ്റവും വലിയ തമാശ രണ്ടാമത്തത് നമ്മുടെ കണ്ണൂരുള്ള MV ജയരാജനാണ്. അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കണ്ണൂരത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് കണ്ണൂരിൽ മത്സരിച്ചത്. വലിയ ഭൂരിലക്ഷത്തിലധികം വരുന്ന വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പരാജയത്തിൻ്റെ കാരണം പോരാളി ഷാജിമാരെ പോലെയുള്ള ആളുകളാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സൈബർ ഇടത്തിൽ CPM-ന് വേണ്ടി പടവൊരുതിക്കൊണ്ടിരുന്ന, CPM-നോട് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള വിമർശനം നടത്തുന്ന ആളുകളെ പോലും അവരുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഭാര്യയെയും കൊച്ചുങ്ങളെയൊക്കെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടികളാണ് ഈ പറയുന്ന പോരാളി ഷാജി, അതുപോലെയുള്ള ചെമ്പട, പിന്നെ വേറെ ഇതുപോലെയുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ വെട്ടുക്കിളി ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും ഇപ്പോൾ മാതൃഭൂമിയിലെ മാധു ആണെങ്കിലും ശരി, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ഉള്ള സ്മൃതി പരുത്തിക്കാടൊക്കെ ആണെങ്കിലും ശരി, സ്മൃതി പരുത്തിക്കാടിനെതിരെ വളരെ മോശപ്പെട്ട, രൂക്ഷമായിട്ടുള്ള, അങ്ങേറ്റത്തെ മോശപ്പെട്ട പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് CPM-ന് തന്നെ തലവേദനയായിരിക്കുന്നു എന്നുള്ളതാണ് MV ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വരാനുള്ളൊരു ഗിമ്മിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിലുള്ള വിലക്കയറ്റവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ ആണെന്നുള്ളൊരു ചർച്ച വന്നാൽ അത് പിണറായി വിജയന് വലിയ പ്രശ്നമാവും. കാരണം CPI-യും ജനതാദളും ഒക്കെ അങ്ങനെ ചില പരാമർശങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ ഒരു കാര്യം MV ജയരാജൻ പറഞ്ഞേക്കാണ്. അദ്ദേഹം ഇന്ന് വന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ അഡ്മിന്മാർ, അതായത് പോരാളി ഷാജിയുടെയൊക്കെ യഥാർത്ഥ അഡ്മിന്മാർ പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരൊക്കെ വിളിപ്പിക്കാനാണ്? ഈ പോരാളി ഷാജിയുടെയും അതുപോലെ തന്നെ ചെമ്പടയുടെയും ഇതുപോലെയുള്ള പല പടകളുടെയും ഒക്കെ കൃത്യമായ അഡ്മിൻ ആരാണെന്നും അവരെ നിർദ്ദേശാനുസരണം ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് പണവും കൊടുത്ത് പാർട്ടി തന്നെ, CPM തന്നെ നടത്തുന്ന പരിപാടിയാണത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി ഒന്നും വേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാർ അല്ലെങ്കിൽ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ പറഞ്ഞാൽ, സൈബർ സെല്ലുകളൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി അന്വേഷിച്ച് പുഷ്പം പോലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വരും നമ്മുടെ ആഭ്യന്തര വകുപ്പ്. കാരണം നമ്മുടെ പോലീസൊക്കെ മിടുക്കന്മാരാണ്. അവരുടെ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം കൃത്യമായിട്ട് നടക്കാതിരിക്കുള്ളൂ. പിന്നെ ഈ MV ജയരാജൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വേദി തന്നെ വളരെ തമാശകൾ എന്നതാണ്. അത് കുഞ്ഞനന്ദൻ സ്മാരക ട്രസ്റ്റിലോ അല്ലെങ്കിൽ കുഞ്ഞനന്ദൻ്റെ അനുസ്മരണത്തിലോ ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞനന്ദൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം നമ്മുടെ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ്, പക്ഷേ പാർട്ടിയുടെ വളരെ അടുത്ത ആളാണ്. ഈ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്കും, എൻ്റെ പൊന്നു ജയരാജൻ, നിങ്ങൾ ആദ്യമേനും ചിന്തിച്ചു നോക്കണം, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വെട്ടിക്കൊന്ന പ്രതികൾക്കും അതുപോലെ തന്നെ അർജുൻ ആയങ്കിക്കും ആകാശ് തില്ലങ്കേരിക്കും ഒക്കെ എങ്ങനെയാണ് 10-50,000-ഓളം ഫോളോവേഴ്സ് ഉണ്ടാകുന്നതെന്നും പാർട്ടി പ്രവർത്തകരെല്ലാം അവരുടെ പുറകെ പോകുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കണം. അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഉണ്ടായതുകൊണ്ട് അവരെ നിങ്ങൾ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് BJP കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് വലിയ വിജയം നേടിയിട്ടുള്ളതും BJPയുടെ വോട്ട് ശതമാനം കൂടിയിട്ടുള്ളതും. കൂടാതെ നിങ്ങളുടെ ഈ പറയുന്ന സംസ്ഥാന നേതൃത്വം ഭരണത്തിലിരിക്കുന്നവരുടെ അഴിമതിയും കൊള്ളയും കൊണ്ടാണ്.
ഇന്ന് തന്നെ ബിനോയ് വിശ്വം പറയുന്നുണ്ട് വലിയ തോതിൽ കേന്ദ്രം ഞെരുക്കി എന്ന് പറയുന്നുണ്ട്. ഈ കേന്ദ്രം ഞെരുക്കുമ്പോഴാണ് നിങ്ങൾ മറ്റേ ക്ലിഫ് ഹൗസിലെ ചീമക്കൊന്ന വെട്ടാൻ വേണ്ടിയിട്ട് 1.25 ലക്ഷം രൂപ മുടക്കിയത്, നിങ്ങൾ 45 ലക്ഷം രൂപ ലണ്ടനിലും ബാക്കിയുള്ള വിദേശ ടൂറുകളിലും പോയി അടിച്ചു പൊളിച്ചത്, നിങ്ങൾ 2 നിലയുള്ള ഒരു വീടിന് ലിഫ്റ്റ് വെക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ മുടക്കിയത്. ഇതൊന്നും ജനങ്ങൾ മറക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരാതെ നിങ്ങൾ ഈ കണ്ണുപൊത്തിക്കളി അവസാനിപ്പിക്കുകയും ഈ ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചില ഉടായ്പ പരിപാടികൾ നിർത്തിവെച്ചുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് പോയാൽ മാത്രമേ പാർട്ടി ഇവിടെ നിലനിൽക്കൂ എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ളൊരു കളിയാണ്. ഈ കളിയിൽ നമ്മുടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ വലിയ വാർത്തയാവുകയും നിരന്തരമായി ചർച്ചയാവുകയും വൈകുന്നേരത്തെ ചർച്ചക്കെടുക്കുകയും ചെയ്യുന്നതാണ്. എന്ത് CPM തോറ്റത് ചെമ്പട എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊണ്ടാണോ, പോരാളി ഷാജിയാണോ, അവർ അഡ്മിന്മാർ ശരിയാണോ എന്നൊക്കെയുള്ള അന്വേഷണം ഇവർ നടത്തിയാലെന്ത്? ഇതൊക്കെ വെറുതെ കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസങ്ങളാണ് എന്ന് പറയാതെ വയ്യ. ഇനി രണ്ടാമത്തൊരു പാർട്ടിയുണ്ട്, അത് നമുക്കറിയാം കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, 4 ലക്ഷത്തിലധികം വോട്ടുകൾ അവർക്ക് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിനേക്കാൾ. അതിനെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും അവർ ഇത്തരത്തിലുള്ളൊരു ഗിമ്മിക്കിന് വരുന്നില്ല. പക്ഷെ അടുത്തത് BJP ആണ്. BJP നമുക്കറിയാം ഇപ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. 4% വോട്ട് ഷെയർ ഉയർത്തി കേരളത്തിൽ. കൂടാതെ ഒരു സീറ്റിൽ നിന്ന് ഒരു MP ജയിപ്പിക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ നിന്ന്. അത് വലിയ നേട്ടമാണ്. അതിനേക്കാൾ വലിയ നേട്ടം 11ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു അവർ ഒന്നാമതെത്തി എന്നുള്ളതും, 8 സ്ഥലങ്ങളിൽ അവർ രണ്ടാമതെത്തി എന്നുള്ളതും, ഏതാണ്ട് 10-11ഓളം സ്ഥലങ്ങളിൽ 30,000-ൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോഴേ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഒരു 30-35 സീറ്റുകൾ വേണമെങ്കിൽ നേടാം. അധികാരം കിട്ടില്ല, പക്ഷേ ആരായിരിക്കണം ഭരിക്കേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും. പണ്ട് നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 35 സീറ്റുകൾ കിട്ടിയാൽ ഭരിക്കുമെന്നൊന്നും പറയാതിരുന്നാൽ മതി, അത് തിരിച്ചടിക്കും അത്തരത്തിലുള്ള പ്രചരണം. അതുകൊണ്ട് അത് പറയാതിരുന്നാൽ ഈ 10-35 സീറ്റുകളിലേക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി പണിയെടുത്തു തുടങ്ങേണ്ട സമയത്ത് കെ സുരേന്ദ്രൻ ഡൽഹിയിൽ പത്രക്കാരെ കണ്ടപ്പോൾ പറയുന്ന അടുത്ത വാചകം, മാധ്യമങ്ങളെ അദ്ദേഹം വിമർശിച്ചു രൂക്ഷമായി. ആ രൂക്ഷമായി വിമർശിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ വൈകുന്നേരങ്ങളിൽ ഓരോ കള്ളപ്പണിക്കർമാരെയൊക്കെ കൊണ്ടുനിർത്തി എന്തൊക്കെയാണ് പറയിപ്പിച്ചത് എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ശ്രീജിത്ത് പണിക്കർ അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം മാധ്യമങ്ങളുടെ പുറത്ത് പറഞ്ഞത്, ഈ പണിക്കർമാരൊക്കെ വന്നിരുന്നിട്ട് നിരീക്ഷകരൊക്കെ വന്നിരുന്നിട്ട് ആക്രി നിരീക്ഷകർ എന്നാണ് പറഞ്ഞത്. ആക്രി നിരീക്ഷകരൊക്കെ വന്നിരുന്നിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ശ്രമിച്ചു എന്ന് പറയുന്ന വാർത്ത നിങ്ങൾ കൊടുത്തില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചതിന് ശേഷം BJP ഒരു ഉയർത്തെഴുന്നേറ്റ ഘട്ടത്തിൽ, അതിനുവേണ്ട പണി തുടങ്ങേണ്ട ഘട്ടത്തിൽ ഈ ചർച്ച നേരെ ഇപ്പോൾ BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മീഡിയകളിലുമെല്ലാം BJPയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരും കെ സുരേന്ദ്രൻ തമ്മിലുള്ള യുദ്ധമായി. ഈ ശ്രീജിത്ത് പണിക്കരോട് എനിക്കത്ര വലിയ ബഹുമാനവും തോന്നിയിട്ടില്ലാത്ത ഒരാളാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. കാരണം പലപ്പോഴും വളരെ ഇമ്മച്ചുവേർഡായിട്ടുള്ള അപക്വമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് അദ്ദേഹം പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ DYFIക്കാരെ കുറിച്ച് ഒരു തവണ കുറ്റം പറയുമ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിൽ അദ്ദേഹം DYFIയുടെ ഒരു ആണും 2 ആണുങ്ങളും ഒരു പെൺകുട്ടിയും കൂടി ബൈക്കിൽ പോയതിന് അദ്ദേഹം ഏതാണ്ട് സാൻഡ്വിച്ച് കൊണ്ടുപോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ നിലവാരമേ ഉള്ളൂ. അദ്ദേഹം ഏതാണ്ട് ആ നിലവാരത്തിൽ തന്നെ ഇപ്പോൾ കെ സുരേന്ദ്രനെ തിരിച്ചടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗണപതി വട്ടജി എന്നൊക്കെ വിളിച്ചിട്ടാണ്. ആ പരാമർശത്തിൽ എനിക്ക് യോജിപ്പാണുള്ളത്. കാരണം അതിൽ കെ സുരേന്ദ്രൻ്റെ പരിഹാസത്തിന് പാത്രമാകേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ ഉള്ളിസുര എന്നൊക്കെ വിളിക്കുന്നതിനൊന്നും അർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ അവഹേളനമാണ്. അത്തരത്തിൽ വളരെ ഇമ്മച്ചുവേർഡായി ഇമ്പൾസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ പുറത്തായിരിക്കാം ശ്രീജിത്ത് പണിക്കർ റിയാക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പുറത്ത് തന്നെ ഇപ്പോൾ BJP ഏതാണ്ട് ഒരു 2ആയി തീർന്നിരിക്കുന്നു. പകുതിയോളം പേർ ശ്രീജിത്ത് പണിക്കർ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് പണിക്കർ വളരെയധികം ആളുകളുടെ കയ്യടി മേടിക്കുന്ന ഒരാളാണ്. നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് BJPയെ കുറച്ചെങ്കിലും ഭംഗിയായി ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു ആരാധക വൃന്ദം ശ്രീജിത്ത് പണിക്കർക്കുണ്ട്. ആ ശ്രീജിത്ത് പണിക്കരെ ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ നമുക്കറിയാം അയോധ്യയിലേക്കൊക്കെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല ശ്രീജിത്ത് പണിക്കറിൻ്റെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് ഇത്തരത്തിലുള്ളൊരു ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾക്കും BJP അനുഭാവികൾക്കൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അങ്ങനെ അവഹേളിക്കേണ്ട ഒരാളാണ് എന്നുള്ളത് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അദ്ദേഹം കെ സുരേന്ദ്രൻ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം BJPക്ക് വളർച്ച ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ അദ്ദേഹം വളരെ ഗംഭീരമായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന 24 ന്യൂസിൻ്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ടായി. അതിൽ ഏറ്റവും നന്നായി
സംസാരിച്ചിട്ടുള്ള ഒരാൾ കെ സുരേന്ദ്രൻ എന്നാണ്. പക്ഷെ പലപ്പോഴും ഈ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ആളുകൾ മനഃപൂർവ്വമായി ആക്രമിക്കുകയും അതിൽ രസം കണ്ടെത്തുകയും അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യടി കിട്ടുകയും ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം. സത്യത്തിൽ ഇപ്പം ഞാൻ പോലും ഈ വീഡിയോ കെ സുരേന്ദ്രനെതിരെയാണ് എടുത്തിരുന്നതെങ്കിൽ ചിലപ്പോൾ കയ്യടി കിട്ടിയേനെ. കാരണം കേരളത്തിൻ്റെ BJP നേതൃത്വത്തെ KJP എന്ന് വിളിച്ചൊക്കെ അപമാനിച്ചെങ്കിൽ കയ്യടി കിട്ടും. പക്ഷേ എനിക്ക് കയ്യടി കിട്ടണമെന്നില്ല, നിങ്ങളോട് സത്യം പറയണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യഥാർത്ഥത്തിലുള്ള അവർ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കാതെ പൈങ്കിളിവൽക്കരിക്കപ്പെട്ടുള്ള വളരെ കുഞ്ഞു കുഞ്ഞു ചർച്ചകളിലേക്ക്, ഞാൻ തോണ്ടി ചിക്കി മാന്തി എന്നൊക്കെ പറയുന്ന ചർച്ചകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ദുരവസ്ഥ.